വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അമേരിക്ക തടവിലാക്കിയതോടെ ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ചൈന ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു. മഡൂറോയെ ഉടൻ തന്നെ വിട്ടയക്കണം എന്ന ചൈനയുടെ കർശനമായ താക്കീത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വെനസ്വേലയ്ക്കെതിരായ US നീക്കത്തിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. മഡൂറോയെയും ഭാര്യയും ബലമായി പിടികൂടി രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയ നടപടി ചൈനയെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. നിക്കോളാസ് മഡൂറോയുടെയും ഭാര്യയുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഒട്ടും വൈകാതെ അവരെ മോചിപ്പിക്കണമെന്നും ബീജിംഗ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വെനസ്വേലയിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണം എന്നുമാണ് ചൈനയുടെ ഔദ്യോഗികമായിട്ടുള്ള ഈ വിഷയത്തിലെ നിലപാട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറുകളുടെയും നഗ്നമായ ലംഘനമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ ഈ വിഷയത്തിൽ നേർക്കുനേർ വരുന്നത് വെനസ്വേലയുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ ആഗോള തലത്തിലുള്ള ഒരു അധികാര തർക്കമാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വെനസ്വേലയിലെ രാഷ്ട്രീയ അസ്ഥിരതയും മഡൂറോയുടെ ഭരണവും കാലങ്ങളായി അമേരിക്കയെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഇത്തരത്തിൽ തടവിലാക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ അടിസ്ഥാന മാനദണ്ഡങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് ചൈന വാദിക്കുന്നു. ചൈനയുടെ ഈ ഇടപെടൽ വെനസ്വേലൻ സർക്കാരിന് വലിയൊരു ആശ്വാസമാണെങ്കിലും അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീർച്ച ഉണ്ടായിട്ടില്ല. അത് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നത്. ചൈനയുടെ ഈ ശക്തമായ നിലപാട് വെനസ്വേലൻ പ്രതിസന്ധിയെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഉപരോധങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും അപ്പുറം ഒരു വൻ ശക്തി മഡൂറോയ്ക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുന്നത് അമേരിക്കയ്ക്ക് ചെറുതല്ലാത്ത ഒരു വെല്ലുവിളി തന്നെയാണ്. വരും മണിക്കൂറുകളിൽ വാഷിംഗ്ടണിൽ നിന്നും എന്ത് മറുപടിയാണ് വരുന്നത് എന്ന് ലോകം ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഇതിൽ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ റഷ്യയും ചൈനയുമാണ് അപലപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാം തന്നെ അധിനിവേശ ശക്തികളാണ്. ചൈന തായ്വാനോട് അധിനിവേശം കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ചൈന അധിനിവേശത്തിന് ഒരുങ്ങുകയാണ്. റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തുകയാണ്. അപ്പോൾ അതിന് സമാനമായ ഒരു കാര്യമാണ് ഇവിടെ അമേരിക്ക ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടാൻ ഇവർക്ക് ആർക്കും തന്നെ അവകാശമില്ല, അതിനുള്ള യോഗ്യതയില്ല എന്നുള്ള കാര്യം നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകൾക്ക് എന്ത് അർത്ഥമാണുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപലപനങ്ങൾക്ക് എന്ത് അർത്ഥമാണുള്ളത് എന്നുള്ളൊരു ചോദ്യം മറുവശത്തുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.